യാത്രയുടെ പ്ലാനുമായിട്ട് എനിക്കൊരു സൈക്കിൾ വേണമല്ലോ. അപ്പോൾ സൈക്കിളിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പോൺസറെ സമീപിക്കുകയാണ്. അപ്പോൾ സ്പോൺസറെ സമീപിക്കുന്ന സമയത്ത് അവർ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ റൂട്ടും കാര്യങ്ങളും ഒക്കെ എന്ന് ചോദിച്ച സമയത്ത് എൻ്റെ ഷോർട്ടസ്റ്റ് റൂട്ട് എടുത്ത് കാണിച്ചു. അപ്പം പറഞ്ഞു ഇതുവഴി നീ ഇന്ന് ട്രാവൽ ചെയ്ത് ജീവനോടെ തിരിച്ചു വരാൻ പോകുന്നില്ല എന്നാണ് എടുത്ത വായിൽ അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞു. എന്തൊക്കെയോ ഒരു കനം മനസ്സിനകത്തൂടെ ഇങ്ങനെ പോകുന്നൊരു ഫീലായിരുന്നു ആ ഒരു സമയത്ത്. സൈക്കിൾ കയറി നേരെ ഈ കയറ്റം കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് നീ ചവിട്ടി. എന്തോ പട്ടയെന്നൊരു സൗണ്ട് കേട്ടു, കടകടകടാന്നൊരു സൗണ്ടും കേട്ടു. ഞാൻ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. സൈക്കിൾ ചവിട്ടുന്നതിനേക്കാളും കൂടുതൽ സൈക്കിൾ ഉന്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നെനിക്ക് മനസ്സിലായി. ഹായ്, നമസ്കാരം. എൻ്റെ പേര് അലക്സ് കുര്യൻ ജോർജ്. ഞാൻ കോട്ടയം മാങ്ങാനം സ്വദേശിയാണ്. ഞാനൊരു റേഡിയോ ജോക്കിയാണ്. ഇന്ത്യൻ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറും കൂടിയാണ്. അതിലുപരി യാത്രയെ പ്രണയിക്കുന്ന ഒരാളും കൂടിയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് 2016, അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയ എൻ്റെ സോളോ ബൈസൈക്കിൾ യാത്രയെ പറ്റിയിട്ട് പറയാനാണ്. ആ ഒരു യാത്രയെപ്പറ്റി പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് അതിലേക്കുള്ള എൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഒറ്റയ്ക്ക് 20 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയിൽ ഇങ്ങനെയൊരു ആഗ്രഹം ഉടലെടുത്തതെന്നുള്ളത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും ലിഫ്റ്റ് അടിച്ച് അല്ലെങ്കിൽ ഹിച്ച് ഹൈക്ക് ചെയ്താണ് സ്കൂളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എന്നെപ്പോലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനും അത് ഇൻസ്പയർഡ് ആയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മാങ്ങാനത്തെ മന്ദിരം ജംഗ്ഷനിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ രാവിലെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ വഴിയിൽ കണ്ട ഒരു ബൈക്കുകാരന് കൈ കാണിച്ചു. അതൊരു ബുള്ളറ്റായിരുന്നു. ആള് സാധാരണക്കാരനെ പോലല്ല ആ ഒരു ബുള്ളറ്റിൽ വന്ന്. അദ്ദേഹം ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, വില കൂടിയ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, റൈഡിങ് ഗിയേഴ്സൊക്കെ ഉണ്ട്, നല്ല ഷൂസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹം വണ്ടി നിർത്തിയ സമയത്ത് എനിക്കൊരു അത്ഭുത മനുഷ്യനെ പോലെ തോന്നി. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് പേരെ ഒന്നും കണ്ടിട്ടില്ല ആ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകിൽ കയറി. എന്നോട് ചോദിച്ചു എങ്ങോട്ടാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂളിലോട്ടാണ്. സ്കൂള് ഏതാ റൂട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പുതുപ്പള്ളി കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ മതി, അവിടെ എന്നെ ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിയിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വഴി പാസ് ചെയ്തപ്പോഴാണ് എനിക്കൊരു ലിഫ്റ്റ് തന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ സ്കൂളിൻ്റെ അവിടെ എന്നെ ഇറക്കി വിട്ടിട്ട് അദ്ദേഹം പോയപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്ക്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ പറയുന്ന ബൈക്ക് കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു. അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന വേനലവധിക്ക് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒറ്റയ്ക്ക് ഹിമാലയത്തിലേക്ക് അല്ലെങ്കിൽ ലഡാക്കിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ളൊരു ഐഡിയ തോന്നിയത്. അപ്പോഴും അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ലൈസൻസ് കിട്ടി, 18 വയസ്സ് കഴിഞ്ഞു, 20ാമത്തെ വയസ്സായി. അപ്പോഴെൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അതായിരുന്നു, ആ ഒരു ബുള്ളറ്റിൽ ട്രാവൽ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സ്വന്തമായിട്ടൊരു ബൈക്ക് മേടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്കൊന്നും എനിക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് ഈ പറയുന്ന സൈക്കിൾ എന്ന ആശയത്തിലേക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് മാറേണ്ട വന്നത്. അപ്പോൾ എൻ്റെ ഐഡിയ എന്തെന്ന് വെച്ചാൽ കന്യാകുമാരി ടു ലഡാക്ക് എന്നുള്ളതായിരുന്നു എൻ്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം എല്ലാവരും കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ സഞ്ചരിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും കന്യാകുമാരി ലഡാക്കിലേക്ക് അങ്ങനെ ആരും സഞ്ചരിച്ച് കണ്ടിട്ടില്ല സൈക്കിളിൽ. അപ്പോൾ ഞാൻ കന്യാകുമാരിയിൽ നിന്ന് ലഡാക്ക് വരെ സഞ്ചരിക്കാൻ എത്ര സമയം വേണ്ടി വരും, അല്ലെങ്കിൽ ഏതാണ് ഷോർട്ടസ്റ്റ് റൂട്ട് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഒരു പിക്ചർ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോ വെള്ള പേപ്പർ എടുക്കും, ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കന്യാകുമാരി തൊട്ട് ലഡാക്ക് വരെയുള്ള റൂട്ടിടും, സിംപ്ലസ്റ്റ് റൂട്ടിടും. അപ്പോഴത്തേനും അതൊരു 3200 സംതിങ് കിലോമീറ്റേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കും. പക്ഷെ ഇത് പോകുന്നത് വളരെ റൂറലായിട്ടുള്ള ഏരിയ കൂടിയാണ്. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഒരു ദിവസം ഒരു 80-100 കിലോമീറ്റർ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഇത് ഭയങ്കര പണിപ്പെട്ടുള്ള പരിപാടിയാണ്. ഇന്നത്തെ പോലെ ചാറ്റ് GPT ഈ പറയുന്ന AI ടൂൾസോ ഒന്നും ഇല്ല. അപ്പം ഞാൻ ഈ പറയുന്ന യാത്രയുടെ പ്ലാനുമായിട്ട് എനിക്കൊരു സൈക്കിൾ വേണമല്ലോ. അപ്പോൾ സൈക്കിളിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പോൺസറെ സമീപിക്കുകയാണ്. അപ്പോൾ സ്പോൺസറെ സമീപിക്കുന്ന സമയത്ത് അവർ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ റൂട്ടും കാര്യങ്ങളും ഒക്കെ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഈ പറയുന്ന എൻ്റെ ഷോർട്ടസ്റ്റ് റൂട്ട് എടുത്ത് കാണിച്ചു. അപ്പം പറഞ്ഞു ഇതുവഴിയാണോ നീ പോകാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ. എന്താണ് സാർ കൂടുതൽ നന്നായി പോയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു
ഇതുവഴി നീ ഇന്ന് ട്രാവൽ ചെയ്ത് ജീവനോടെ തിരിച്ചു വരാൻ പോകുന്നില്ല എന്നാണ് എടുത്ത വായിൽ അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞു. അന്ന് അവിടുന്ന് ഒരു നോർത്ത് ഇന്ത്യൻ അവരുടെ ഒരു വലിയൊരു ആളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ ധാരണ എനിക്ക് തന്നത്. കാരണം ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. അത് കുറച്ചും കൂടെ കഠിനമേറിയ വഴികളാണ്. ഈ പറയുന്ന നമുക്ക് പ്രോപ്പറായിട്ടൊരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഏരിയ ആണ് അത് കൂടുതലും ആ ഗൂഗിൾ മാപ്പ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വർക്കൗട്ട് ആവില്ല. കാരണം ഒന്നെങ്കിൽ കുറച്ചും കൂടെ ഹൈവേ സൈഡ് പിടിക്കണം. ഈ പറയുന്ന പോലെ ഷോർട്ടസ്റ്റ് റൂട്ടൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല ഇങ്ങനെയുള്ള ഒരു യാത്രയിലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ചും കൂടെ പൂർവാധികം ശക്തിയോടെ എൻ്റെ എഴുതിയ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് വീണ്ടും റീവർക്ക് ചെയ്യാൻ തുടങ്ങി. റീവർക്ക് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ എഴുതിയിരിക്കുന്ന റൂട്ട് കൊള്ളാം. കാരണം അത് കൂടുതലും ഒരു 12 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. 3200 എന്നുള്ളതൊരു 4500 ആയി. കുറച്ചും കൂടെ ഈ പറയുന്ന സേഫായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ കുറച്ചെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ ഒരു റൂട്ടായിരുന്നു രണ്ടാമത്തേന്ന് പറഞ്ഞത്. അങ്ങനെ ആ ഒരു റൂട്ടിൽ ഞാൻ സ്റ്റിക്ക് ചെയ്തു. അത് പ്ലാനായി. അത് കഴിഞ്ഞ് വീണ്ടും ഈ പറയുന്ന സ്പോൺസർ എടുത്ത് പോയപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞു ഈ റൂട്ട് കൊള്ളാം, ഈ റൂട്ടിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ, ബാക്കി എങ്ങനെയാണ് കാര്യങ്ങൾ, ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അവിടുന്ന് എനിക്ക് സൈക്കിൾ സ്പോൺസർ കിട്ടി. ഈ സൈക്കിൾ സ്പോൺസർ ചെയ്യുന്ന സമയത്ത് പോലും വീട്ടിലറിയില്ല ഞാനിതുപോലെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണെന്നുള്ളത്. അങ്ങനെ അടുത്ത ദിവസം ഞാൻ ഈ പറയുന്ന ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ് ഇതെല്ലാം ഓർഡർ ചെയ്തു. എൻ്റെ യാത്രയുടെ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും ഞാൻ ഓർഡർ ചെയ്തത്. പോകുമ്പോഴുള്ള വെള്ളം ഈ പറയുന്ന പെട്രോൾ പമ്പ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, ഡാബ ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം കാര്യങ്ങളുമൊക്കെ ചെയ്തു. അങ്ങനെ ഈ പറയുന്ന ടെൻറ്റ് വന്നു, സ്ലീപ്പിംഗ് ബാഗ് വന്നു. അപ്പം പോകുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ വീട്ടിലിങ്ങനെ ഈ കാര്യം അവതരിപ്പിക്കുകയാണ്. അതായത് ഞാനിങ്ങനെ വലിയൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്, നിങ്ങളെല്ലാം സഹായം, ആശീർവാദം കൂടി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സാധാരണ ഗതിയിൽ നമ്മൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് വീട്ടിൽ നിന്നൊരു പൊട്ടിത്തെറിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ നിന്നൊരു പൊട്ടിത്തെറിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ പോയിട്ട് വരൂ എന്നുള്ളൊരു ഗ്രീൻ സിഗ്നലായിരുന്നു വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്ലാനുകൾ വീണ്ടും മുമ്പോട്ടേക്ക് പോയി. അടുത്ത ദിവസം ഈ പോകുന്ന യാത്രയുടെ വിവരങ്ങളൊക്കെ പത്രങ്ങളിൽ വന്നു. അതോടൊപ്പം തന്നെ സ്പോൺസർ കൂടുതൽ ആവശ്യത്തോടു കൂടിയിട്ട് എനിക്ക് സൈക്കിള് തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അങ്ങനെ പോകുന്നതിന് തലേദിവസമാണ് എനിക്ക് സൈക്കിൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരു നല്ല ഷർട്ടൊക്കെ ഇട്ട്, നല്ല പാൻറ്റൊക്കെ ഇട്ട്, ഷൂസൊക്കെ ഇട്ട് കടയിൽ പോവുകയാണ്. കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലോട്ട് സൈക്കിൾ കൈമാറുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, എടാ നിങ്ങൾ വീട്ടിലോട്ട് ചെല്ല്, ഞാൻ സൈക്കിളുമായിട്ട് വീട്ടിലേക്ക് വന്നേക്കാം. ഒരു 2.5-3 കിലോമീറ്റർ ചവിട്ടിയാൽ വീടെത്തും. അപ്പോൾ ഞാൻ സൈക്കിളിൽ കയറി നേരെ ഈ കയറ്റം കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ചവിട്ടിയപ്പോൾ എനിക്കൊരു ആഗ്രഹം, കുറേ നേരമായിട്ട് അവിടുന്ന് തന്നു വിട്ട ഗിയറിൽ തന്നെയാണ് ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്തു. എന്തോ പട്ടയെന്നൊരു സൗണ്ട് കേട്ടു, കടകടകടാന്നൊരു സൗണ്ടും കേട്ടു. ഞാൻ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി. നോക്കിയപ്പോഴത്തേനും ചെയിൻ പൊട്ടി നിലത്ത് കിടക്കുന്നു. ഞാൻ പറഞ്ഞു, അടിപൊളി, ഓൾ ഇന്ത്യ യാത്രയ്ക്ക് പോകാൻ പറ്റിയ എല്ലാം, എന്താ പറയുക, നമ്മൾ ഒരു ഗുഡ് അവൻ ബാഡ് അവൻ എന്നൊക്കെ നമ്മൾ പറയാറില്ല, അതിൽ വിശ്വാസമുള്ളവരൊക്കെ പറയത്തില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്, തുടക്കം തന്നെ ഗംഭീരമായിരിക്കുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് ഇരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ എന്നെയും കാത്തു നിൽക്കുന്ന വീട്ടുകാരെയും കൂട്ടുകാരെയും വിളിച്ചിട്ട് പറഞ്ഞു, എടാ സൈക്കിളിൻ്റെ ചെയിൻ പൊട്ടി, ഞാൻ വീണ്ടും തിരിച്ച് കടവയിൽ നിന്ന് പോയിട്ട് അതൊന്ന് ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ഈ സൈക്കിളുമായിട്ട് ഉന്തിക്കൊണ്ട് ദേഹത്ത് ഫുള്ള് ഗ്രീസും കരിയൊക്കെ പിടിപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ച് അവിടെ എത്തിയപ്പോൾ ഞാൻ വേർത്ത് കുളിച്ച് പഴയ ഇന്നൊക്കെ ചെയ്ത് നിൽക്കുന്ന കോല എല്ലാം മാറി. അറിയാലോ, ഈ ചെയിൻ പൊട്ടിയപ്പം കയ്യിലെല്ലാം കരിയും ഇതുമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടക്കൻ എന്നോട് ചോദിച്ചു, നീ ശരിക്കും ലഡാക്ക് പോകാൻ തന്നെയാണോ പരിപാടി? ഞാൻ പറഞ്ഞു, അതെ. എന്താ അങ്ങനെ ചോദിച്ചല്ല, നീ ഇതിനു മുമ്പ് നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ സൈക്കിൾ ഓടിയിട്ട്? ഞാൻ പറഞ്ഞു, സാധാരണ സൈക്കിൾ ഓടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് മോനെ. സാധാരണ സൈക്കിൾ ഓടുന്ന പോലെ അല്ല ഗിയർ സൈക്കിൾ, അതിന് കുറച്ച് എക്സ്പീരിയൻസ് വേണം. നീ എന്ന് യാത്ര തുടങ്ങുമെന്ന് പറഞ്ഞേ? നാളെ. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് തലയാട്ടി, തൽക്കാലം ഞാൻ ചെയിൻ ഇട്ട് തരാം, പക്ഷേ ഇത് ഓടിക്കുമ്പം കുറച്ചൊക്കെ ഒരു
എന്താ പറയുക, ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒരു മര്യാദയാവാം എന്നുള്ള രീതിയിൽ പുള്ളി എനിക്കൊരു ക്ലാസ് ഒക്കെ എടുത്ത് തന്ന്, അല്ലെങ്കിൽ ഇനിയും ചെയിൻ പൊട്ടിയാൽ എങ്ങനെ ഒരു ചെയിൻ ഇടാം എന്നുള്ളൊരു ക്ലാസ്സും ഞാൻ അവിടെ വെച്ച് പഠിച്ചു. അതുമാത്രമല്ല, പുള്ളി കുറച്ചൊരു 1/4 മണിക്കൂർ എന്നെ അവിടെ എടുത്തിട്ട് പഠിച്ചു. നിനക്ക് ടയർ പഞ്ചറായാൽ എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, നപ്പാ അതും കൂടെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്റ്റിക്കറൊക്കെ കാണിച്ചു, ഇത് പഞ്ചറാണ് സമയത്ത് ഒട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്ന രീതിയിൽ പുതിയ അറിവുകൾ എനിക്ക് ആ ഒരു ഇൻസിഡന്റിലൂടെ കിട്ടി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഞാൻ പഠിച്ച കോട്ടയം MD സെമിനാരി സ്കൂളിൽ നിന്നാണ് ആ ഒരു യാത്രയുടെ തുടക്കം. അപ്പം അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കണ്ടിന്യൂസ് ട്രാവൽ ചെയ്തല്ല ഞാൻ കന്യാകുമാരിക്ക് പോയത്. ഐ മീൻ സൈക്കിൾ ചെയ്തല്ല ഞാൻ കന്യാകുമാരിക്ക് പോയത്. അവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാഗർകോവിൽ വരെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാഗർകോവിലോട്ട് സൈക്കിൾ ട്രെയിനിൽ വെച്ചിട്ട് ഞാൻ ട്രാവൽ ചെയ്യുകയായിരുന്നു. അപ്പം എല്ലാവരും സ്റ്റേഷനിൽ വരുന്ന സമയത്ത് ഓൾ ദി ബെസ്റ്റ് പറയുന്നു, നീ പോയിട്ട് വാ എന്ന് പറയുന്ന ഒരു എൻകറേജ്മെൻറ്റ് പരിപാടികളെല്ലാം ചെയ്യുന്നു. അങ്ങനെ ട്രെയിനിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കൂടെ എല്ലാവരും ഉണ്ടെന്നുള്ളൊരു ഫീലുണ്ട്. ട്രെയിൻ മുമ്പോട്ട് എടുത്തപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. അലക്സേ മോനെ, ഇനിയുള്ള യാത്രയിൽ നീ ഒറ്റയ്ക്കാണ്. നിൻ്റെ കംഫർട്ട് സോൺ നീ വിടുകയാണ്. അല്ലെങ്കിൽ നീ കോട്ടയം എന്ന് പറയുന്ന ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, നമ്മൾ എവിടെയാണോ ജീവിച്ചു വളർന്ന ആ ഒരു കംഫർട്ട് സോൺ പൊട്ടിച്ച് നീ പുറത്തേക്ക് പോവുകയാണെന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടായത് ആ ട്രെയിൻ മുൻപോട്ടേക്ക് എടുത്ത ആ ഒരു മൊമെൻറ്റിലായിരുന്നു. എന്തൊക്കെയോ ഒരു കനം മനസ്സിനകത്തൂടെ ഇങ്ങനെ പോകുന്നൊരു ഫീലായിരുന്നു ആ ഒരു സമയത്ത്. അതെപ്പോഴാണ് മാറിയെന്ന് ചോദിച്ചാൽ, തൊട്ടടുത്തൊരു ട്രാവലർ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്നെ ഒരുപാട് കംഫർട്ട് ചെയ്തു. സിറാജ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ട്രിവാൻഡ്രത്തോട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പം എന്നോടിങ്ങനെ എൻ്റെ യാത്രയെപ്പറ്റി ചോദിച്ചു. അപ്പം ഇനി ഒറ്റയ്ക്കാണല്ലോ, ഇനി എങ്ങനെയാണ് പ്ലാൻ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നാഗർകോവിലിൽ ഇറങ്ങും, അവിടുന്ന് സൈക്കിൾ ചെയ്ത് കന്യാകുമാരി. അപ്പം എന്നോട് ചോദിച്ചു കന്യാകുമാരിയിൽ എവിടെ സ്റ്റേ? ഞാൻ ചോദിച്ചു ശരിയാണല്ലോ, കന്യാകുമാരിയിൽ എവിടെ സ്റ്റേ? ഞാൻ പറഞ്ഞു ഞാനിവിടെ കേരള ഹൗസ് എന്ന് പറയുന്നൊരു ഹൗസ് ഉണ്ട്, അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ എന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ കേരള ഹൗസിൽ നേരെ വിളിച്ച് ബുക്ക് ചെയ്യണ്ടേ? ബുക്ക് ചെയ്യണോ? അയ്യോ, അവിടെ ബുക്ക് ചെയ്താലും നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും കൺഫ്യൂഷനായി. എന്നാൽ പിന്നെ വല്ല പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കാം എന്നുള്ള രീതിയിലേക്കായി. കാരണം എൻ്റെ ഒരു ഐഡിയ അങ്ങനെയുള്ളൂ, പോലീസ് സ്റ്റേഷൻ, പെട്രോൾ പമ്പ് ഇങ്ങോട്ടേക്കാണ്. അങ്ങനെ നാഗർകോവിലെത്തി. അദ്ദേഹം എന്നോട് യാത്ര പറഞ്ഞു പോയി. അപ്പം നാഗർകോവിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഫോണിലെ ചാർജ് ഓൾമോസ്റ്റ് തീരാറായി. അപ്പം അന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ വന്നിട്ട്, അല്ലെങ്കിൽ ആ ലഗേജ് എടുക്കുന്ന ആളുകൾ വന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ സൈക്കിൾ എടുത്ത് തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ ആദ്യം എന്നോട് സംസാരിച്ചത്. കാരണം ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 8:39 PM ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും ജോലി കഴിഞ്ഞൊക്കെ പോകുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അവർക്കത് എടുത്തു തരാൻ പറ്റില്ല, പിറ്റേ ദിവസം ഇതുമായിട്ട് വന്നാൽ സ്ലിപ്പുമായിട്ട് വന്നാൽ മതി, നമുക്ക് എടുത്തു തരാമെന്നുള്ള രീതിയിലാണെന്ന് സംസാരിച്ചത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സമയം കളയാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്, നിങ്ങളത് എത്രയും പെട്ടെന്ന് ചെയ്തു തരുവാണെങ്കിൽ വളരെ സൗകര്യം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവർ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവർ ഒരു ½ an hour കൊണ്ട് തന്നെ ആ ഒരു എൻ്റെ സൈക്കിൾ എനിക്ക് വിട്ടു തരികയും അവിടുന്ന് എനിക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ ഫസ്റ്റ് ഡേ, അല്ലെങ്കിൽ മെയ് 18 എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. 2016 മെയ് 18 ഞാൻ എൻ്റെ ഒഫീഷ്യൽ യാത്ര കന്യാകുമാരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 17-ാം തീയതി വൈകിട്ട് ഞാൻ അവിടുന്ന് നാഗർകോവിലിലേക്ക് ചെല്ലുന്നു. നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരിക്കുള്ള എൻ്റെ യാത്ര ആരംഭിക്കുന്നു. കന്യാകുമാരി ചെല്ലുമ്പോഴും രാത്രി ഫുൾ ഇരുട്ടാണ്. എൻ്റെ ഒരു ചെറിയ വെട്ടമാണ് സൈക്കിളിനുള്ളത്. നമുക്കറിയാം കന്യാകുമാരിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു വാംനെസ് ഉണ്ട്. അതായത് അവിടുത്തെ ഓറഞ്ച് കളറിലുള്ള സ്ട്രീറ്റ് ലൈറ്റ്സ്, അതോടൊപ്പം തന്നെ കാറ്റ്, തിരമാലകളുടെ ശബ്ദം. നമ്മളെപ്പോൾ ചെന്നാലും നമ്മളിങ്ങനെ
വെൽക്കം ചെയ്യുന്ന ഒരു പ്രതീതിയാണ് കന്യാകുമാരി. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതും കന്യാകുമാരിയിലാണ്. അങ്ങനെ ഞാൻ കേരള ഹൗസിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും കിടക്കുന്നു. ഞാൻ ഒരു 11 മണിയൊക്കെ ആയി അവിടെ എത്തിയ സമയത്ത് എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കടൽ തിരമാല മാത്രമാണ്. അപ്പം അപ്പോഴും എനിക്കറിയില്ല ഈ കേരള ഹൗസ് കടലിനോട് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഡോറിൽ മുട്ടി, ആരും എഴുന്നേൽക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നമ്പറിൽ ഞാൻ വിളിച്ചു. അപ്പോൾ അകത്തുനിന്ന് ഒരാളിങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ ബുക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബുക്ക് ചെയ്തിട്ടില്ല, അപ്പം താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ്, എനിക്ക് സ്ഥലമൊന്നും വേണ്ട, അകത്ത് കിടക്കൊന്നും വേണ്ട, ഞാൻ ഈ വരാന്തയിൽ എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് നേരം പുള്ളി എന്നെ ഇങ്ങനെ കേട്ടിട്ട് പുള്ളി പറഞ്ഞു വരാന്തയിൽ കിടക്കണ്ട ബ്രോ, നമുക്ക് അകത്ത് കിടക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, ടെൻറ്റിനകത്ത് കിടന്നുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടണം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടെൻറ്റ് അടിച്ച് അവിടെ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ വരാന്ത തന്നാൽ മതി, ഞാൻ അവിടെ കിടന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ അകത്തുണ്ട്, നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് അകത്തൊന്ന് കിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വളരെയധികം കംഫർട്ട് ചെയ്തിട്ടാണ് പുള്ളി പോയത്. പുള്ളിക്ക് അതിൻ്റെ യാതൊരു ആവശ്യമില്ല, പുള്ളിക്ക് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മതി. പക്ഷേ എന്നെ നല്ല രീതിയിലാണ് പുള്ളി അന്ന് അവിടെ ട്രീറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ രാത്രി അവിടെ കിടന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തൊട്ടടുത്ത് ഹൈവേയിൽ നിന്ന് വരുന്ന സൗണ്ടാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അല്ല, അത് കടൽ തിരമാലകളുടെ ശബ്ദമായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത്. അതിനുശേഷം ഈ പറയുന്ന യാത്ര രാവിലെ ആരംഭിക്കുകയാണ്. രാവിലെ ആരംഭിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫോണിനകത്തോട്ട് തുരുതുരാ മെസ്സേജുകളും കോളുകളും ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സൈക്കിളെടുത്ത് ചവിട്ടി കുറച്ച് മുമ്പോട്ട് പോകുന്നു. തിരുനെൽവേലിയാണ് എൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തിരുനെൽവേലിക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു, അപ്പ വിളിക്കുന്നു, ചേട്ടൻ ചേച്ചി എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നു. എൻ്റെ അപ്പാപ്പിയുടെ വൈഫ്, അപ്പാപ്പി, ഇവരെല്ലാവരും വിളിക്കുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ യാത്ര പ്രോപ്പറാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഒരു റെഗുലർ ഇടവേളകളിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലിൽ നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നുള്ള രീതിയിലേക്ക് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് സംഭവിച്ചു. അങ്ങനെ വിളി കുറഞ്ഞു, കുറച്ചും കൂടെ എനിക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്നതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ തുടക്കത്തിൽ എടുക്കുന്നു. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അവിടുത്തെ കാഴ്ചകൾ മൊബൈലിൽ പകർത്തുന്നു, സെൽഫി വീഡിയോസ് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അവിടെ ഈ വിൻമിൽ കാറ്റാടിപ്പാടത്തിൻ്റെ ഇടയ്ക്കൂടിയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ശക്തമായ കാറ്റ്, ഹെഡ് വിൻഡ് അടിക്കുന്ന സമയത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡാവുന്നു, ഈ പറയുന്ന എനർജി ലോസ് കാര്യങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു 5 ദിവസം കൊണ്ടാണ് ഞാൻ ആ ഒരു തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റ് കവർ ചെയ്തത്. ഈ 5 ദിവസവും ആ ഒരു സ്റ്റേറ്റിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ, ആളുകൾ വളരെയധികം സപ്പോർട്ടീവായിരുന്നു. ചൂടുണ്ട്, പക്ഷേ ആ ഒരു ചൂടിനെയും നമുക്ക് അവഗണിച്ച് നമ്മൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ സൈക്കിൾ ചവിട്ടുമായിരുന്നു. പക്ഷേ ആദ്യത്തെ ദിവസങ്ങളിൽ ഈ പറഞ്ഞ ചൂടും വെയിലും എല്ലാം സഹിച്ച് സൈക്കിൾ ചവിട്ടുമ്പോൾ എൻ്റെ ബോഡി വളരെയധികം ടയേർഡായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളൊന്നും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത്ര രീതിയിലേക്ക് മാറി. കാല് കോച്ചി പിടിക്കുന്നു, രാത്രി ടെൻറ്റിനകത്ത് കിടന്ന് രാവിലെ എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു കാലിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ട്രാവൽ ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഇത്ര അധികം ദൂരം, എനിക്ക് ഏറ്റവും കൂടുതൽ ദൂരം ഞാൻ ട്രാവൽ ചെയ്തത് 50 കിലോമീറ്റർ ആയിരുന്നു ഈ സൈക്കിൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ്. എൻ്റെ വീട്ടിൽ നിന്ന് ആ ഒരു പള്ളിയിലേക്ക്, പാമ്പാടിയിലുള്ള ഒരു പള്ളിയിലേക്ക് ട്രാവൽ ചെയ്ത ആകെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അതൊരു 25 അങ്ങോട്ട് 25 തിരിച്ചിങ്ങോട്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കാല് കോച്ച് പിടിക്കുന്നു, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, സൈക്കിൾ ഓട്ടാൻ പറ്റുന്നില്ല, ഉരത്തിനെല്ലാം ഭയങ്കര വേദന എടുക്കുന്നു. അപ്പോൾ ഞാനിത് വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്തും ഞാൻ പറയുന്നുണ്ട് കുഴപ്പമില്ല, ഓക്കെയാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം വോളിനി മേടിക്കുന്നു, അടിക്കുന്നു, ഈ പറയുന്ന യാത്ര മുമ്പോട്ട് പോകുന്നു. സൈക്കിൾ ചവിട്ടുന്നതിനേക്കാളും കൂടുതൽ സൈക്കിൾ ഉന്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം പൊരി വെയിലത്തൊക്കെ ഹൈവേ കൂടെ സൈക്കിൾ ഉന്തിക്കൊണ്ട് പോവുക. ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ പറയുകയാണ്, എനിക്ക് മടുത്തു, വേർക്കുന്നു, ടയേർഡാവുന്നു, നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു ദിവസം ശരീരത്തിന് കുറച്ച് റെസ്റ്റ് വേണമെന്നുള്ള രീതിയിൽ രാവിലെ കുറേ നേരം കിടന്നുറങ്ങി. അതിനുശേഷം വീണ്ടും വൈകുന്നേരം യാത്ര ആരംഭിച്ചു. അപ്പം ശരീരത്തിന് കുറച്ചും കൂടി ഒന്ന് റിലാക്സ് ആകാൻ പറ്റി.
ഇത് 2-3 ദിവസം ഞാൻ തുടർന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന കാലാവസ്ഥയോടും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്വാനത്തോടും ഒക്കെ ആപ്റ്റായിട്ട് വരാൻ തുടങ്ങി, പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് മൊത്തത്തിൽ എൻ്റെ ശരീരം ഈ പറയുന്ന ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്ലിങ്ങുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു തുടങ്ങിയത്. സോ അപ്പോഴാണ് എനിക്ക് മനസ്സമാധാനമായിട്ട് ഒരു ദിവസം സൈക്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാര്യം വന്നു തുടങ്ങി. കാരണം ശരീരം തളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാനസികമായിട്ട് തളരും, മനസ്സ് തളർന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ തകരും എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ആദ്യത്തെ 3-4 ദിവസം എന്ന് പറയുന്നത്. അതിനുശേഷം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന 60-80 കിലോമീറ്റർ ആയിരുന്നു ട്രാവൽ ചെയ്തിരുന്നതെങ്കിൽ അതിനുശേഷം അതൊരു 90, 100, 120, 150 പിന്നീടത് പയ്യെ കയറി വന്നു. അങ്ങനെ തമിഴ്നാട് കഴിഞ്ഞ് പിന്നെ പോകുന്നത് കർണാടക ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് വീണ്ടും മധ്യപ്രദേശിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ നാഗ്പൂരിൽ എത്തുന്ന സമയത്താണ് ഈ പറയുന്ന ഒരു ഫ്രണ്ട് വഴി അവിടെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും അത്യാവശ്യം കേരളത്തിൽ ഈ പറയുന്ന എൻ്റെ യാത്ര കുറച്ചധികം ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. ഫേസ്ബുക്ക് കൂട്ടായ്മകളിലാണെങ്കിലും സഞ്ചാരി ഫോറത്തിലാണെങ്കിലും ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ അത്രയ്ക്കും ആക്റ്റീവ് അല്ല, എന്നാൽ പോലും ഫേസ്ബുക്ക് അതോടൊപ്പം തന്നെ ന്യൂസ് ചാനൽ വഴിയൊക്കെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ എന്നെ ഫേസ്ബുക്കിലൂടെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇന്ന സ്ഥലത്ത് ചെന്നാൽ മതി, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്നു. അങ്ങനെ നാഗ്പൂരിൽ ഒരു സൈക്കിൾ കടക്കാരൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. സൈക്കിളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന് പറയുന്നു. അതിനുശേഷം പല സുഹൃത്തുക്കൾ വഴി ഈ പറയുന്ന കണക്ഷൻസ് എന്നിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ അവർ വഴി സൈഡിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. അവരുടെ വീടിൻ്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചു തരാൻ തുടങ്ങി. അങ്ങോട്ടേക്കുള്ള യാത്രകൾ ചെയ്യാൻ തുടങ്ങി. അപ്പം പോകുമ്പോഴൊക്കെ ആണെങ്കിൽ പോലും ഇവരുടെ ഒരു നമ്മളെ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മധ്യപ്രദേശിൽ ചെയ്യുന്ന സമയത്ത് വർദ്ധ എന്ന് പറയുന്ന മിഷൻ ഫീൽഡിൽ പോകാനിടയുണ്ടായി. അവിടെ ഈ കുട്ടികളെ പഠിപ്പിക്കുകയും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു മിഷനാണ്. അപ്പോൾ വർദ്ധ മിഷനിലെ ആ ഒരു ടീം എന്നെ നോക്കി ഹൈവേയിൽ നിൽപ്പുണ്ടായിരുന്നു. കാരണം ഈ ഹൈവേയിൽ നിന്ന് വർദ്ധയിലേക്ക് എനിക്ക് ഏകദേശം ഒരു 50-45 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ അവരോട് പറഞ്ഞത്, ഞാൻ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞത് ഞാനൊരു ഉച്ചയോട് കൂടിയിട്ട് അവിടെ എത്തും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു 11-12 മണിയോട് കൂടിയിട്ട് അവിടെ എത്തും എന്നുള്ളതാണ്.